എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ ക്ഷമാപണം ചോദിക്കുന്നു. എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പോകണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാക്കിയെല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സോ യെസ്, കങ്കാലനും കാഴ്ചയും തമ്മിലുള്ള ബന്ധം കായൽ മാത്രം. പ്രമേയം കൊണ്ടാണെങ്കിലും രീതി കൊണ്ടാണെങ്കിലും ഈ രണ്ട് റോളിലേക്ക് വരുമ്പോൾ കാഴ്ച എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നതാണ് പാർവതി വിചാരിക്കുന്നത്? അതൊരു ഡേ ആൻഡ് നൈറ്റിൻ്റെ ഡിഫറൻസ് ആണ് ചേച്ചി. അതിലൊരു താരതമ്യപ്പെടുത്താനേ പറ്റില്ല. സുധകുട്ടിയുടെ ലോകവും ഗംഗമ്മയുടെ ലോകവും, എന്നാൽ ആ ലോകത്തിൻ്റെ ആ സൃഷ്ടിയിലാണ് താരതമ്യപ്പെടുത്താൻ പറ്റാത്തത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം സുധകുട്ടിയുടെ കാര്യത്തിൽ NT വാസുദേവൻ നായർ സാറിൻ്റെ കൃതിയാണ്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസൻസാണ് സുധകുട്ടിയിലുള്ളത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പുണ്ടത്. അതേപോലെ തന്നെയാണ് തങ്കലാനിൽ ഗംഗമാൻ എന്ന് പറഞ്ഞ കഥാപാത്രം 1920കളിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളിലെയാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പഠനമോ അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അവർ അണ്ടർഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഡയറക്ടർ പാരഞ്ജിത്തിൻ്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്കവേറ്റ് എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഗംഗമാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ എനിക്ക് ഗംഗമാനിലും സുധകുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കൾച്ചറിൽ പല കാര്യങ്ങളും എന്തൊക്കെ മാറിയാലും ചില സ്ട്രഗിൾസൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് സോ മെനി ടൈംസ്. നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ഗിവിങ് അവേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം. എനിക്ക് ആ ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ സൂൺ അശ്വതി പ്ലീസ്. ചോദിക്കില്ല. NT വാസുദേവൻ സാറിനോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഭയമൊന്നുമില്ലായിരുന്നു. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിങ്ങനെ പോവല്ലോ, ഇതിനുള്ളിൽ ജീവിതം ഇങ്ങനെ കെട്ടി പറഞ്ഞ് പോവല്ലോ. സന്തോഷമായിരുന്നു തോന്നിയത്. കാരണം നമ്മൾ അധികം ഒരുപാട് കാലം സ്വപ്നം കണ്ടതായിരുന്നു സാറിനെ പോലത്തെ ഒരു മനുഷ്യൻ്റെ സംഭാഷണങ്ങൾ നടനായിരുന്നു കഥാപാത്രമായി മാറിയിരുന്നു. അത് ഒരു ദിവസം രാത്രി പ്രിയദർശൻ സാറിൻ്റെ കോളിലൂടെ സംഭവിച്ചപ്പോഴാണ് വളരെ സന്തോഷം തോന്നിയത്. തീർച്ചയായിട്ടും വിഷ്ണു ചോദിച്ച ചോദ്യത്തിലുള്ള പ്രസക്തി എനിക്ക് മനസ്സിലാവും. ജോസ് പ്രകാശ് സാർ ഇത് ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ സംഭാവന ചെയ്തതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് അത് തുടരാൻ അത് നമ്മൾ ഈ റിലേയിൽ കൈമാറില്ല, ബാറ്റിൽ കൈമാറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ അവസാനത്തെ റൗണ്ടിൽ ഓടിപ്പോകുന്ന ഒരു അത്ലറ്റിൻ്റെ ആ ബാറ്റിൽ വാങ്ങി ഓടുന്ന ഒരു മൂഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്ലറയിൽ പോയി അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി ഒരു മൗനാനുവാദം. ഇത് വളരെ ഭൗതികമായൊരു വ്യായാമം മാത്രമല്ലല്ലോ ഈ അഭിനയം എന്നൊക്കെ പറയാം. ഒരു ആത്മീയമായൊരു ഇടപെടലും കൂടി. ആത്മീയത എന്നുള്ള വാക്കൊക്കെ വലിയ പ്രശ്നമാവും. ആ രീതിയിൽ കാണേണ്ടതില്ല. അപ്പം അങ്ങനെയും കൂടിയാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. അവിടെ നിന്ന് നേരെ NT സാറിൻ്റെ അടുത്ത് പോകും.
അദ്ദേഹത്തോട് നിരന്തരമായിട്ട് എൻ്റെതായ സംശയങ്ങൾ ചോദിക്കും. കുറേ ഉത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒന്നും സംസാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ അശ്വതിനോടൊക്കെ ചോദിച്ചു. പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു, അച്ഛൻ അഭിഷേകനോടാണ് കുറച്ചധികം സംസാരിച്ചത്. വളരെ സന്തോഷം. അങ്ങനെ ആ സംശയങ്ങളൊക്കെ തീർത്തങ്ങനെ തുടങ്ങിയത്. പിന്നെ പ്രിയൻ സാറ് സന്തോഷത്തിൽ അറിയാമല്ലോ, ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടാവുന്നത് എനർജി. പാർവതി, മറ്റ് സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുക, ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക, എഴുത്തുകാരനോട് സംവിധായകനോട് നിരന്തരം കലഹിക്കുക. ഇപ്പോൾ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരുമല്ലല്ലോ. അപ്പൊ ഈ സുധക്കുട്ടി ആവാനുള്ള ശ്രമങ്ങൾ അതിനെപ്പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷവി നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം, ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും. ഓൺ സെറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് ഇരുന്ന് നോക്കുക, ഇൻസ്റ്റാഗ്രാം ഒന്നും. ഇത് ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് സാറാണെങ്കിലും നരേൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ സീനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ഷാംസറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാംസറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി അതൊരു എൻട്രി പോയിന്റ് ആവുക. പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ കാഴ്ചയിലാണെന്ന് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ഷാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഷാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ. എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയും, നമുക്ക് അതിനനുസരിച്ച്. അല്ലാതെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും, എന്താണ് പാർവതിക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും, അതിനനുസരിച്ച് നമുക്ക് വി വിൽ വർക്ക് ഇറ്റ് ടുഗെദർ എന്നായിരുന്നു. സോ ആൻഡ് ഐ ഓൾസോ ഹാഡ് വൈഫ്, എൻ്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ്. അതേപോലെ അർജുൻ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനിൽ. അപ്പം എനിക്ക് തോന്നുന്നത് കളക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത് കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇപ്പോൾ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ എല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മരിയൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമീബിയയിലെ ഒരു ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ഒരുപാട് വേസ്റ്റ് ഇട്ടിരുന്നത് അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടൊക്കെ അത്ര കണ്ട് ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് നമ്മൾ ഹൈ ടൈം നമ്മളതിൽ ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിൻ്റെ പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അത് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മരിയാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിലും നമ്മളിപ്പോൾ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചെറിയ സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ്. അത് നമ്മൾ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്. സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചെറിയ ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ കൂടി വന്നിട്ട് ഒരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ മറവി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര അവയർനെസ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതും ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഇപ്പോൾ
ഇപ്പം പ്രിവെൻഷൻ പ്രൊഹിബിഷൻ പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു.